السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിൽ 115 വരെയുള്ള ആയത്തുകളാണ് റമദാന് മുമ്പ് നമ്മൾ പഠിച്ചത്. ഇനി 116 മുതലാണ് പഠിക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما فلا يخرجنكما من الجنة فتشقى إن لك ألا تجوع فيها ولا تعرى وأنك لا تظمأ فيها ولا تضحى وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى فقلنا يا آدم إن هذا عدو لك ولزوجك ولزوجك فلا يخرجنكما من الجنة فتشقى إن لك ألا تجوع فيها ولا تعرى وأنك لا تظمأ فيها ولا تضحى. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞ സംഭവമാണ്. അല്ലാഹു തആല ആദം നബി ഇസ്ലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പിന് ശേഷം മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതും ഇബ്ലീസ് അതിൽ നിന്ന് മാറി നിന്നതും അവൻ ശപിക്കപ്പെട്ടവനായി മാറിയതുമായ സംഭവം സൂറത്ത് ബഖറ മുതൽ വ്യത്യസ്തമായ സൂറത്തുകളിൽ വ്യത്യസ്തമായ ശൈലികൾ അല്ലാഹു തആല അത് പരാമർശിക്കുന്നുണ്ട്. ആ ഓരോ സ്ഥലത്തും ചില പദപ്രയോഗങ്ങളിൽ ഒരുപക്ഷെ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അത് ഓരോ സൂറത്തും അല്ലാഹു അത് പ്രതിപാദിച്ചതിന് ഓരോ ലക്ഷ്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് എന്നാണ് തഫ്സീറിൽ ഒക്കെ അതിൽ ചർച്ചകൾ കാണുന്നത്. ആദം നബിയുടെ ഷറഫ്, മനുഷ്യരുടെ മൊത്തം ഷറഫ്,
അതാണ് ഒന്നാമതായി അതിലൂടെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നത്. മനുഷ്യരെന്ന സൃഷ്ടിയെ മറ്റു സൃഷ്ടികളേക്കാൾ ഏറെ അല്ലാഹു തആല അവനെ സ്ഥാനമുള്ളവനാക്കി ആദരിച്ചു എന്ന പാഠമാണ് ഒന്നാമതായും അതിലൂടെ റബ്ബ് നൽകുന്നത്. അതേപോലെ ഇബ്ലീസിൻ്റെ ശത്രുത, മനുഷ്യരോടുള്ള അവൻ്റെ ശത്രുത, അദാവത്ത്, അതാണ് ഈ സൂറയിൽ പ്രത്യേകിച്ചും അല്ലാഹു തആല എടുത്തു പറയുന്ന ഒരു ഭാഗം. മറ്റൊന്ന് കിബർ, അഹങ്കാരം. എത്ര വലിയവനെയും അഹങ്കാരം കൊണ്ട് ഒന്നുമല്ലാത്തവനാക്കി മാറ്റും എന്ന ഗുണപാഠം കൂടി അതിലുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു സംഭവമാണ് ഇത്. അതുകൊണ്ട് പല വിഷയങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു തആല അതെടുത്തു പറയുന്നുണ്ട്. ഇവിടെയും തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആശയങ്ങൾ സ്വീകരിക്കാനുള്ള കൽപ്പനയും അതിൽ നിന്ന് മാറിപ്പോകുന്ന അവിശ്വാസികളായ മക്കയിലെ മുശ്രിക്കീങ്ങളും അവരാണ് ഈ സ്വത്ത് ഇറങ്ങുന്ന സമയത്തുള്ള ആളുകൾ. അപ്പോൾ അഹങ്കരിച്ച് ഖുർആൻ ഉത്ബോധത്തിൽ നിന്ന് തിരിഞ്ഞു പോവുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയല്ല എന്നവരെ ബോധ്യപ്പെടുത്താൻ കൂടി ആയിരിക്കാം ഇവിടെ ഈ സംഭവം അല്ലാഹു തആല ഇതിനിടയിൽ പരാമർശിക്കുന്നത്. അല്ലാഹു അഅലം. തൊട്ട് മേലെ 115-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അഹദിനാ ഇലാ ആദമ മിൻ ഖബൽ ഫനസിയ വലം യജിദ് ലഹു അസ്മ എന്ന് പറഞ്ഞു വെച്ചു. ആദം നബിയോട് നാം ചില കരാറുകൾ ചെയ്തു, പക്ഷെ അദ്ദേഹം മറന്നു. അദ്ദേഹത്തിന് ഒരു നിശ്ചയദാർഢ്യം, ഒരു മനക്കരുത്ത് അതിൽ ഉണ്ടായില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇനി അതിന് ഉപയോഗമായ സംഭവമാണിത്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ. വഇദ് ഖുൽനാ, നാം പറഞ്ഞ സന്ദർഭമോർക്കണം. വഇദ് ഖുൽനാ, ഇത് ആ സന്ദർഭം, ഇത് ആ സമയം, ആ സന്ദർഭം. വഇദ് ഖുൽനാ, നാം പറഞ്ഞ ആ സന്ദർഭം. ലിൽ മലായിക, മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം. ഉസ്ജുദൂ ലി ആദമ, ഉസ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യുക. ലി ആദമ, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞ സന്ദർഭം. ഉസ്ജുദൂ എന്നാണ്. ഉസ്ജുദൂ നമ്മൾ ഒന്നിച്ചു ഓതുമ്പോൾ ലിൽ മലായികതി ഇസ്ജുദൂ എന്ന് ഓതിപ്പോകും. എന്നാൽ വഇദ് ഖുൽനാ ലിൽ മലായിക എന്ന് നിർത്തിയിട്ട് പിന്നെ ഓതുകയാണെങ്കിൽ ആ ഹംസക്ക് ലമ്മാണ് ചെയ്യേണ്ടത്. ഉസ്ജുദൂ എന്നാണ് ഓതേണ്ടത്. ഇസ്ജുദൂ എന്നല്ല, ഹംസക്ക് ലമ്മ് ചെയ്തുകൊണ്ട് ഓതാം. ഉസ്ജുദൂ, അതായത് ജീമിന് ലമ്മാണെങ്കിൽ ഈ ഹംസക്കും ലമ്മാകും. അതാണ് നിയമം. സജദ യസ്ജുദു എന്നാണല്ലോ. സജദ യസ്ജുദു. അപ്പോൾ അവസാനത്തെ അക്ഷരം നോക്കുക. അവസാനത്തെ അക്ഷരം ഏതാണ്? യസ്ജുദു അവസാന അക്ഷരം ദാല്. അതിന് മുമ്പുള്ള അക്ഷരം ജീമ്. അപ്പോൾ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് എന്താണ് ഇറാബ്, എന്താ ഹർക്കത്ത് എന്നാണ് നോക്കുക. അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മാണെങ്കിൽ ഈ ഹംസക്ക് ലമ്മാവും. ഫതഹോ കസ്റോ ആണെങ്കിൽ ഈ ഹംസക്ക് കസ്റാവും. അതാണ് നിയമം. ഇങ്ങനെ വരുമ്പോൾ ഫെയിൽ മുതാരിയായിട്ടോ അല്ലെങ്കിൽ അമ്രായിട്ടോ വരുമ്പോൾ, ഫെയിൽ മുതാരിൻ്റെ അമ്ര എടുക്കുമ്പോൾ, ഫെയിൽ മുതാരിൽ നിന്ന് അമ്രെടുത്ത് ആ അമ്ര വരുമ്പോൾ അതിൽ ആദ്യത്തെ ഹംസ വരും. ആ ഹംസയുടെ ഹർക്കത്ത് അവസാനത്തെ അക്ഷരത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് നോക്കിയിട്ടാണ് തീരുമാനിക്കുക. അപ്പോൾ അതിന് ലൊമ്മാണെങ്കിൽ ഇവിടെ ലൊമ്മായിരിക്കും, അതിന് ഫതഹോ കസ്റോ ആണെങ്കിൽ ഇവിടെ കസ്റുമായിരിക്കും. അപ്പോൾ ഇവിടെ ജീമാണ്, ആ ജീമിന് ലമ്മാണ്, അതുകൊണ്ട് ഹംസക്കും ലമ്മാകും. അപ്പോൾ ഉസ്ജുദൂ എന്നാണ് ഓതുക. ഉസ്ജുദൂ. എന്നാൽ ആ ഹംസ വസ്ലിൻ്റെ ഹംസയാണ്, ഖത്ഈൻ്റെ ഹംസയല്ല. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണമില്ലാത്ത ഹംസയാണ്. ചേർത്തി ഓതുമ്പോൾ ഹംസ ഉച്ചരിക്കില്ല. അതുകൊണ്ടാണ് ലിൽ മലായികതി ഇസ്ജുദൂ, ലിൽ മലായികതി ഇസ്ജുദൂ. അപ്പോൾ ഹംസക്ക് ഉച്ചാരണമില്ല. ലിൽ മലായികത്തി എന്നതിന് കൂടെ ചേർത്തി ഓതിപ്പോവുകയാണെങ്കിൽ ഈ ഹംസ ഉച്ചരിക്കുകയില്ല. അവിടെ ഫതഹ കസ്റ ലമ്മോ, അതുകൊണ്ട് വെളിവാകേണ്ട പ്രശ്നവുമില്ല. എന്നാൽ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ലിൽ മലായികതി ഇസ്ജുദൂ എന്ന് നമ്മൾ നിർത്തി, പിന്നെ എടുത്തോതാണ് ഉസ്ജുദൂ ലി ആദമ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഹംസയിൽ നിന്നാണ് ആരംഭിക്കുക. അപ്പോൾ ആ ഹംസ ഉച്ചരിക്കണം. ആ ഹംസക്ക് ഹർക്കത്ത് വേണം. അവിടെ പറയുന്ന ഹർക്കത്ത് ലമ്മായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഉസ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യുക. ലി ആദമ, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുക. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അല്ലാഹ് കൽപ്പിച്ചാൽ പിന്നെ അത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്, ആദം നബിക്കുള്ള ഇബാദത്തല്ല. ആദം നബിക്ക് സുജൂദ് വരുമ്പോൾ ആദം നബിക്കുള്ള ഇബാദത്തല്ല. കാരണം ഇവിടെ കൽപ്പന റബ്ബിൻ്റെതാണ്. അപ്പോൾ റബ്ബ് കൽപ്പിച്ചു, ആ കൽപ്പന
പ്രാവർത്തികമാക്കുന്നു. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖിബിലയെപ്പോലെ എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. നമ്മൾ കഅബയിലേക്കാണ് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. അതിനർത്ഥം കഅബക്കല്ല നിസ്കാരം. നിസ്കാരം അല്ലാഹു തആലാക്കാണ്. ആ അല്ലാഹു നിശ്ചയിച്ചൊരു ഖിബില മാത്രമാണ് കഅബ എന്നതുപോലെയാണ് സുജൂദ് റബ്ബിനാണ്. ആ സുജൂദ് അല്ലാഹു നിശ്ചയിച്ച ഒരു ഖിബിലയെപ്പോലെയാണ് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഉസ്തുദു ലി ആദമ, ആദമിന് സുജൂദ് ചെയ്യുവീൻ എന്ന് പറഞ്ഞതിന് ഒന്നാമത്തെ വ്യാഖ്യാനം അതാണ്. ഇനി അതല്ല, അത് മറ്റു സുജൂദല്ല, ഒരു അഭിവാദ്യം പോലെ ഉള്ള ഒരു പ്രത്യേകമായ സാഷ്ടാംഗമായിരുന്നു എന്ന അഭിപ്രായങ്ങളുണ്ട്. ഇനി എങ്ങനെയായാലും അല്ലാഹു തആല കൽപ്പിച്ചതാണ്. വൈദ് ഖുൽനാ എന്നാണ്, നാം പറഞ്ഞു എന്നാണല്ലോ. അപ്പോൾ അല്ലാഹ് പറഞ്ഞു, അല്ലാഹ് കൽപ്പിച്ചു, അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് പ്രാവർത്തികമാക്കിയത് എന്നതിൽ സംശയമൊന്നുമില്ല. ഫസജദൂ, അതെ, ആ ഇബ്ലീസിനോടും കൽപ്പന ഉണ്ടെന്ന് ഖുർആൻ തന്നെ വ്യക്തമാണ്. മലായിക്കത്താണ് അവിടുത്തെ മഹാഭൂരിപക്ഷം. ഇബ്ലീസ് മാത്രമാണ് മലക്കല്ലാത്ത ഏക ആൾ കൂട്ടത്തിലുള്ളത്. എന്നാൽ മലക്കൾക്ക് ഇടയിലാണ് ഇബ്ലീസ് ജീവിക്കുന്നതും ഇടപഴകുന്നതും. അതുകൊണ്ട് ഇബ്ലീസ് അടക്കമുള്ള സമൂഹത്തോടാണ് റബ്ബ് കൽപ്പിച്ചത്. അത് ഖുർആൻ തന്നെ പറഞ്ഞു, ഇത് അമർത്തുക്ക, എനിക്ക് മാ മലാക്ക അന്തസ്തുത, ഇത് അമർത്തുക്ക, എന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാൻ നിനക്കെന്താണ് തടസ്സം എന്ന് റബ്ബ് ചോദിച്ചത് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത് അമർത്തുക്ക, നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ എന്ന് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഇബ്ലീസിനോടും അമ്രുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഖുർആൻ്റെ വ്യക്തമായ പ്രയോഗം കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്. പിന്നെ മലായിക്കത്ത് പറയാൻ കാരണം ഭൂരിപക്ഷം മലക്കായതുകൊണ്ട് ആ ഭൂരിപക്ഷത്തെ പരിഗണിച്ചുകൊണ്ടാണ് പദപ്രയോഗം. അത് അറബി ഭാഷയുടെ ഒരു ശൈലിയാണ്. ഭൂരിപക്ഷം ആരാണോ അവരെ പരിഗണിച്ചുകൊണ്ടാണ് ഭാഷയിലെ പദങ്ങൾ പ്രയോഗിക്കുക. അതേപോലെ മേൽക്കോയ്മയുള്ളവരും അല്ലാത്തവരും ഉണ്ടെങ്കിൽ മേൽക്കോയ്മയുള്ളവരെ പരിഗണിച്ചുകൊണ്ടാണ് പ്രയോഗിക്കുക. അതൊക്കെ സാധാരണ ഭാഷയുടെ ഒരു ശൈലിയാണ്. ഇപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിർബന്ധമാക്കിയത് പറഞ്ഞപ്പോൾ വിശ്വസിച്ചവരെ, ആമനു, ആമനു എന്ന പ്രയോഗം പുല്ലിംഗമാണ്. പുരുഷന്മാരെ അഭിസംബോധന ചെയ്യുന്ന പ്രയോഗമാണ് ആമനു. എന്നാൽ പെണ്ണിന് നോമ്പ് നിർബന്ധമില്ല എന്ന് വരുമോ? ഇല്ല. ഒരു പെണ്ണ് പറയണ ആമനു എന്നല്ലേ ഉള്ളൂ, അവിടെ ഞങ്ങൾക്കത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്. ആണും പെണ്ണും അടക്കമുള്ള എല്ലാവരെയുമാണ് ഉദ്ദേശം. പക്ഷേ ഭൂരിപക്ഷം അല്ലെങ്കിൽ അവിടെ ആണും പെണ്ണും കൂടുമ്പോൾ പുരുഷന്മാർക്കാണ് കൂടുതൽ അവിടെ സ്ഥാനമുള്ളത്. ആ നിലക്ക് ആ മനു എന്ന പ്രയോഗം പ്രയോഗിച്ചു എന്ന് മാത്രം. ശൈത്താന്മാരുടെ നേതാവാണ് ഇബ്ലീസ്. ഇബ്ലീസാണ് അവരുടെ ഒന്നാമൻ, ആദ്യ പിതാവാണ് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഒരു വ്യക്തിയാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിലെ സന്താന പരമ്പരകൾ, ഇബ്ലീസും അവൻ്റെ സന്താന പരമ്പരയും അഫതത്തഖിദൂനഹു വദുരിയ്യതഹു ഔലിയാ, സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതുന്ന വചനമാണല്ലോ. അഫതത്തഖിദൂനഹു, അവനെ നിങ്ങൾ വലിയായി സ്വീകരിക്കുകയാണോ, വദുരിയ്യതഹു, അവൻ്റെ സന്താനങ്ങളെയും നിങ്ങൾ വലിയായി സ്വീകരിക്കുകയാണോ. അപ്പോൾ അവൻ്റെ സന്താന പരമ്പരയുണ്ട്. ആ സന്താന പരമ്പരയിൽ നല്ലവരുമുണ്ട്, ദുഷിച്ചവരുമുണ്ട്. ആ ദുഷിച്ചവർക്ക് പറയുന്ന പൊതുവായ പേരാണ് ശൈത്വാൻ എന്നുള്ളത്, ഷയാത്തീൻ. ഇബ്ലീസിൻ്റെ സന്താന പരമ്പരയിൽ ദുഷിച്ചവർക്കെല്ലാം പറയുന്ന പേരാണ് ശൈത്വാൻ. അപ്പോൾ ശൈത്വാൻ എല്ലാവർക്കും പറയാം, ഇബ്ലീസ് ഒന്നേ ഉള്ളൂ. ഇബ്ലീസ് അവരെ ആദ്യ പിതാവ്. ആ ആദ്യ പിതാവിൻ്റെ സന്താന പരമ്പരയിൽ നല്ലവരുണ്ട്, ദുഷിച്ചവരുണ്ട്. ആ പരമ്പരയാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. ഒന്നേ ഉള്ളൂ. അന്ന് ഇബ്ലീസാണുള്ളത്, മറ്റുള്ളവരില്ല. അന്ന് ഇബ്ലീസിനോടാണ് കൽപ്പന. ആ ഇബ്ലീസ് ആണ് ധിക്കരിച്ചത്. അപ്പോൾ അവൻ്റെ സന്താനങ്ങളിൽ പല ടൈപ്പുണ്ട്. ആദം നബിയുടെ മക്കളിൽ എല്ലാം ഉള്ളതുപോലെ ആദം നബി ഇസ്ലാം മനുഷ്യപിതാവാണ്. ആ ആദം നബിയുടെ മക്കളിൽ നല്ലവരുമുണ്ട്, ദുഷിച്ചവരുമുണ്ട്. എന്ന പോലെ ഇബ്ലീസിലെ മക്കളിൽ നല്ലവരുമുണ്ട്, ദുഷിച്ചവരുമുണ്ട്. അന്നാ മിന്ന സ്വാലിഹൂന വമിന്നാ ദൂന ദാലിക് കുന്നാ ത്വറായിഖ ഖിദദ, ഞങ്ങളിൽ സ്വാലിഹീങ്ങളുണ്ട്, ഞങ്ങൾ അല്ലാത്തവരുണ്ട്, ഞങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളാകുന്നു എന്ന് അവർ തന്നെ പറഞ്ഞത് സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യന്മാരിൽ ഏതെല്ലാം വിഭാഗമുണ്ടോ അതേ വിഭാഗങ്ങളെല്ലാം അവരെ കൂട്ടത്തിലും ഉണ്ട് എന്ന് ആ ആയത്ത് വെച്ചുകൊണ്ട് ഇബ്നു അബ്ബാസൊക്കെ പറഞ്ഞത് കാണാൻ കഴിയുന്നുമുണ്ട്. അതേപോലെ അന്നാ മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളുണ്ട്, ഞങ്ങൾ അതിക്രമകാരികളായ ആളുകളുണ്ട്. അപ്പോൾ അതിലെ ദുഷിച്ചവർക്ക് പറയുന്ന പേരാണ് ഷയാത്തീൻ അല്ലെങ്കിൽ ഷൈത്വാൻ. ഷൈത്വാൻ ഏകവചനമാണ്, ബഹുവചനമാണ് ഷയാത്തീൻ.
ഇബ്ലീസ് എന്നുള്ളത് ഒരുവനാണ്. അവൻ്റെ ദുരിയത്ത്, സന്താന പരമ്പര, അതിലാണ് ശൈത്വാന്മാർ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഇബ്ലീസിന് ശൈത്താൻ എന്നും പറയാം. ഇബ്ലീസ് ശൈത്താനാണ്. എല്ലാ ശൈത്താനും ഇബ്ലീസ് അല്ല. ഇബ്ലീസിൻ്റെ മക്കളും അതേപോലെ സൈന്യങ്ങളും ഒക്കെ അതിൽ വരും. അപ്പോൾ ഇത് കുഞ്ഞാതിൽ മലായിക്ക, മലക്കോട് നാം പറഞ്ഞ സന്ദർഭം ഉസ്ജുദൂലി ആദമ, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവീൻ എന്ന് പറഞ്ഞ സന്ദർഭം ഫസജദൂ, അപ്പോൾ അവരെല്ലാം സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ, ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാവരും സുജൂദ് ചെയ്തു. അബാ, അവൻ വിസമ്മതിച്ചു. മുമ്പുള്ളതാണ്. ശരി, അതുകൊണ്ട് മാത്രം ആയിക്കൊള്ളുന്നില്ല. മലക്കൾ ചോദിച്ചു, നീ എന്തിനാണ് രക്തം ചിന്തുന്ന കുഴപ്പമുണ്ടാക്കുന്ന വിഭാഗത്തെ സൃഷ്ടിക്കുന്നത്? അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് എങ്ങനെ മലക്കൾക്കത് മനസ്സിലായി? അത് 2-3 രീതിയാണ് തഫ്സീറിലുള്ളത്. ഒന്നൊരു പക്ഷേ അല്ലാഹു തആല ആ മനുഷ്യരുടെ പ്രകൃതമെല്ലാം മലക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ സൃഷ്ടിക്കാൻ പോണ മനുഷ്യരുടെ പ്രകൃതം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തതിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ അവരത് ചോദിച്ചത്. ഇനി അതല്ലെങ്കിൽ മനുഷ്യരെ പോലെ മറ്റു വല്ല ജനവിഭാഗവും അതിനു മുമ്പ് അല്ലാഹു തആല സൃഷ്ടിച്ചത് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവാം. അവരുടെ രീതിയിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ മലക്കുകൾ ആ കണ്ടും കേട്ട അടിസ്ഥാനത്തിലായിരിക്കാം പറഞ്ഞത് എന്നൊക്കെയുള്ള ചർച്ചയാണ് പൊതുവെ തഫ്സീറിൽ കാണുന്നത്. വല്ലാഹു അഅലം. അപ്പോൾ ഇബ്ലീസ് ഒഴികെ ബാക്കിയെല്ലാം സുജൂദ് ചെയ്തു. അബാ, അവൻ വിസമ്മതിച്ചു. അബാ, അബാ വിസമ്മതിച്ചു, അഹങ്കരിച്ചു, വിസമ്മതിച്ചു. അതിനൊക്കെയാണ് അബാ, ധിക്കാരപൂർവ്വം ഒരു കാര്യത്തിന് മാറി നിൽക്കുന്നതിനാണ് സാധാരണ അബാ എന്ന പദം പ്രയോഗിക്കലുള്ളത്. അപ്പോൾ അവൻ വിസമ്മതിച്ചു. അബാ, ചില സ്ഥലത്ത് അബാ വസ്തക്ബറ എന്ന പ്രയോഗം തന്നെ കാണാം. അബാ വസ്തക്ബറ, വിസമ്മതിച്ചു, അവൻ അഹങ്കാരം കാണിക്കുകയും ചെയ്തു. അവ കിബറായിരുന്നു. അബാ യഅബ, അബാ യഅബ. അപ്പോൾ വിസമ്മതിക്കാൻ കാരണം അവൻ്റെ അഹങ്കാരമായിരുന്നു. അതാണ് നാശത്തിന് ഹേതുവായി മാറിയത്. ഇപ്പോൾ കിബർ, ഇബ്ലീസ് പറഞ്ഞ വാക്കാണ്, അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഖൈറായവനാണല്ലോ. എന്നെ പഠിച്ചത് തീ കൊണ്ടാണ്, ആദമിനെ പഠിച്ചത് മണ്ണ് കൊണ്ടാണ്, അതിനാൽ ഞാനാണ് ഖൈറായവൻ. അപ്പോൾ ആ ഒരു രീതി അത് ശരിയായില്ല. അതാണ് അല്ലാഹു തആല അവിടെ അവനെ നശിപ്പിക്കാൻ, അവനെ ഒന്നുമല്ലാതാക്കി മാറ്റാനുള്ള നിമിത്തമായി മാറിയത് ആ അഹങ്കാരമായിരുന്നു. അപ്പോൾ അഹങ്കാരമുണ്ടായാൽ എത്ര വലിയവനും അതോടുകൂടി ഒന്നുമല്ലാതായി മാറും എന്ന പാഠം കൂടി നമുക്കതിൽ ഉണ്ട്. മലക്കുകൾക്കിടയിൽ ജീവിച്ച വലിയ ആബിദായ ആലിമായ സാഹിദായവനായിരുന്നു ഇബ്ലീസ് എന്നൊക്കെയാണ് പൊതുവെ നമുക്ക് തഫ്സീറിലൊക്കെ മനസ്സിലാകുന്നത്. എന്നിട്ട് പോലും ഒരു അഹങ്കാരം വന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നിന്ദനായി നരകാവകാശിയായി ആപ്പതിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് വിനയമാണ്, എളിമയാണ്, ലാളിത്യമാണ് ഒരു വിശ്വാസിയുടെ മുഖമുദ്ര. അഹങ്കാരം ഒരല്പമാണെങ്കിലും അതൊരു മനുഷ്യനെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ഫഖുൽനാ യാ ആദമു ഇന്ന ഹാദാ അദുവ്വുൻ ലക വലി സൗജിക്. ഫഖുൽനാ, അങ്ങനെ നാം പറഞ്ഞു, യാ ആദം, അല്ലയോ ആദം, ഇന്ന ഹാദാ, തീർച്ചയായും ഇവൻ, അദുവ്വുൻ ലക, നിനക്കുള്ള ശത്രുവാകുന്നു. ഇന്ന ഹാദാ, തീർച്ചയായും ഇത്, അല്ലെങ്കിൽ ഇവൻ, അദുവ്വുൻ, ശത്രുവാണ്, ലക, നിൻ്റെ ശത്രുവാണ്, വലി സൗജിക, നിൻ്റെ ഇണയുടെയും ശത്രുവാകുന്നു, നിൻ്റെയും നിൻ്റെ ഇണയുടെയും ശത്രുവാകുന്നു ഇവൻ എന്ന് നാം ആദമിനോട് പറഞ്ഞു. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതഷ്ഖാ. ഫലാ യുഖ്രിജന്നകുമാ, അതിനാൽ നിങ്ങൾ രണ്ടുപേരെയും അവൻ പുറത്താക്കാതിരിക്കട്ടെ. ലാ യുഖ്രിജന്ന, പുറത്താക്കാതിരിക്കട്ടെ, കുമാ, നിങ്ങൾ രണ്ടുപേരെയും, മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരെയും അവൻ പുറത്താക്കാതിരിക്കട്ടെ. ഫതഷ്ഖാ, അതിനെ പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫതഷ്ഖാ, നിങ്ങൾ പ്രയാസപ്പെടും, ബുദ്ധിമുട്ടിലാകും, അല്ലെങ്കിൽ പരാജയപ്പെടും. ആ നിലയ്ക്ക് പരാജയത്തിന്, പ്രയാസത്തിന് ഹേതുവായി മാറുന്ന ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക എന്ന കാര്യം അത് അവൻ നിങ്ങൾ ചെയ്യാതിരിക്കട്ടെ എന്ന് അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അത് സ്വർഗത്തിലാകുമ്പോൾ ഒരു പ്രയാസവുമില്ല, സ്വർഗത്തിലെല്ലാം ആശ്വാസമാണ്.
ഏ അതൊക്കെ ചർച്ചകളുണ്ട്, നമുക്ക് ഗണ്യമായി പറയാൻ കഴിയില്ല. ആ സ്വർഗം ഇതാണോ അത് വേറെയാണോ, അത് യഥാർത്ഥ സ്വർഗം തന്നെയാണ് എന്ന് തന്നെയാണ് പ്രബലാഭിപ്രായം. കാരണം അതിലേക്ക് തിരിച്ചു പോക്കാണ് പിന്നെ പറയണത്. സ്വർഗത്തിൽ പുറത്താകുമ്പോൾ എനിക്ക് എൻ്റെ ഹുദ വരും, ആ ഹുദ വന്നു കഴിഞ്ഞാൽ പരാജയപ്പെടേണ്ടി വരില്ല, സ്വർഗത്തിലേക്ക് മടങ്ങി വരാൻ പറ്റും എന്ന് പറയുമ്പോൾ അത് രണ്ടും ഒരേ സ്വർഗമാണ് എന്ന് തന്നെയാണ്. ഇനി അത് സ്വർഗത്തിലെ എല്ലാ ഭാഗവും ഒരേപോലെ അനുവദിക്കപ്പെട്ടുവോ, അതല്ല ഒരിക്കൽ അത് പ്രത്യേകമായ ഏരിയ മാത്രമാണ് അനുവദിച്ചത് എന്നൊക്കെ തഫ്സീറുകളും അതേപോലെ അഖീദ കിതാബ് ചർച്ചകളുണ്ട്. ഗണ്യമായി അത് ഇന്നതാണ് തീർത്തു പറയാനൊന്നും അള്ളാഹു റസൂൽ പറയാത്ത കാലത്തോളം നമുക്കത് പറയാൻ നിർവാഹമില്ല. അപ്പോൾ ഇവിടെ സ്വർഗത്തിലാകുമ്പോൾ ഒരു പ്രയാസവുമില്ല, ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്, എല്ലാം അവർ യഥേഷ്ടമാണ്. അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ ഒരു പ്രയാസമുണ്ടാകും. അതാണ് ഫതഷ്ക എന്നത്. ഫതഷ്ക എന്ന് പരാജയപ്പെടും അല്ലെങ്കിൽ പ്രയാസപ്പെടും എന്ന് പറഞ്ഞത് അവിടെ ഫതത്അബ വതുഅന്ന വതഷ്ക ഫീ ത്വലബി റിസ്ഖിക എന്നാണ്. സ്വർഗത്തിന് പോയി മറ്റു ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ജീവിതമാർഗം തേടിക്കൊണ്ട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. സ്വർഗത്തിലാകുമ്പോൾ ഫൈനക ഹാഹുന ഫീ ഐഷിൻ റഗീദിൻ ഹനീഇൻ ലാ കുൽഫത വലാ മശഖ, യാതൊരു പ്രയാസവുമില്ലാതെ വളരെ യഥേഷ്ടമുള്ള, വളരെ എല്ലാ അർത്ഥത്തിലും എല്ലാ സൗകര്യങ്ങളുമുള്ള ജീവിതമാണ് സ്വർഗത്തിലുള്ളത്. ഇവിടുന്ന് പോകേണ്ടി വന്നാൽ ഈ സുഖം ഉണ്ടാവില്ല, ഈ സൗകര്യം ഉണ്ടാവില്ല. അതാണ് ഫതഷ്ക എന്ന് ഇവിടെ പ്രയോഗിച്ചത് എന്നാണ്. അപ്പം നിന്നെയും നിൻ്റെ ഇണയെയും ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അവൻ കാരണമാകാതിരിക്കട്ടെ. ഫലാ യുഖ്രിജന്നകുമാ, അവൻ നിങ്ങൾ രണ്ടുപേരെയും പുറത്താക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പുറത്താക്കാൻ ശ്രമങ്ങളുണ്ടാകും. ആ ശ്രമങ്ങൾ അവൻ ചെയ്യും, അതിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ പുറത്ത് പോകേണ്ടി വന്നാലോ ഫതഷ്ക, നീ പ്രയാസപ്പെടും. ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ, പ്രയാസപ്പെടും പറയാൻ കാരണം ഇന്നലക തീർച്ചയായും നിനക്കുണ്ട് ഫീഹാ ഈ സ്വർഗത്തിൽ, അല്ലാ തജൂഅ ഫീഹാ നീ അതിൽ വിശക്കാതിരിക്കുക എന്നതുണ്ട്. ജൂ വിശപ്പ്, ജാ എന്ന് പറഞ്ഞാൽ വിശന്നു എന്നാണ്. ജാ അതിന് മുതാരിയാണ് യജൂ, ജാ യജൂ. ജാ വേറെ, ജാ വന്നു, ജാ യജീഉ. ഇത് ജാ യജൂ, ജൂ വിശപ്പ്. ഇന്നലക തീർച്ചയായും നിനക്കുണ്ട് അല്ലാ തജൂ വിശക്കാതിരിക്കുക എന്നതുണ്ട് ഫീഹാ ആ സ്വർഗത്തിൽ. വലാ തഅറ നഗ്നത വെളിവാകാതിരിക്കുക എന്നതുമുണ്ട്. ഔറത്ത് അതെ അല്ല, അതാണ് അല്ല എന്നായി മാറിയത്. അല്ലാ തജൂ ഫീഹാ വലാ തഅറ, അറ ഔറത്ത്, ഇന്ന നഗ്നത വെളിവാകാതിരിക്കലുമുണ്ട് ഈ സ്വർഗത്തിൽ. അപ്പോൾ സ്വർഗത്തിൽ വിശപ്പില്ല, സ്വർഗത്തിൽ നഗ്നത കാണുന്നുമില്ല. ആ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ ഫതഷ്ക പ്രയാസപ്പെടും എന്ന് പറഞ്ഞാൽ അവിടെ വിശപ്പുണ്ടാകും, അവിടെ നഗ്നത കാണുകയും ചെയ്യും. അപ്പോൾ സ്വർഗത്തിൽ ഒരുപാട് നിഅമത്തുണ്ട്, അതിൽ ചില അല്ലാഹു തആല എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് വിശപ്പ്, മറ്റൊന്ന് നഗ്നത. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? വിശപ്പും നഗ്നതയും, വിശപ്പും ദാഹവും പറഞ്ഞാൽ മനസ്സിലാവും. വിശക്കുക ദാഹിക്കാനാൽ അത് പരസ്പര ബന്ധമുണ്ട്. വിശക്കുക നഗ്നത വെളിവാവുക എന്ന് പറഞ്ഞാൽ അത് ഒന്നിച്ചു പറയാൻ കാരണം ഇബ്നു കസീർ റഹിമഹുള്ളാഹ് പറയുന്നു ലിഅന്നൽ ജൂഅ ദുല്ലൽ ബാത്തിൻ വൽ ഉറിയ ദുല്ലുൽ ലാഹിർ. വിശപ്പ് എന്നുള്ളത് ഉള്ളിലുള്ള പ്രയാസമാണ്, നഗ്നത പുറത്തേക്കുള്ള പ്രയാസം. അപ്പോൾ രണ്ട് പ്രയാസങ്ങളെ ഒന്നിച്ചു പറഞ്ഞു. വിശപ്പും ദാഹവും ഒരേ ഇനത്തിലാണ്, എന്നാൽ അത് ജിൻസൊന്നാണ്, വ്യത്യാസമാണ്. ഇവിടെ ഒന്ന് ആന്തരികമായ പ്രയാസം, മറ്റൊരു ബാഹ്യമായ പ്രയാസം. അതുകൊണ്ടാണ് അത് രണ്ടും ചേർത്തി പറഞ്ഞത്. അതോടൊപ്പം അന്നക ലാ തൽമഉ ഫീഹാ വലാ തൽഹ, വഅന്നക തീർച്ചയായും നീ ലാ തൽമഉ ഫീഹാ ഇതിൽ ദാഹിക്കുകയില്ല. ലാ തൽമഉ ഫീഹാ ലമഅ യൽമഉ, ദാഹിക്കുക, ലമഅ സാധാരണ പരിചയമുള്ള പ്രാർത്ഥനയാണ്. ദഹബൽ ലമഉ, ലമഅ ദാഹം, ലമഅ ദാഹിച്ചു. അതിന് മുതാരിയാണ് യൽമഉ, ലമഅ യൽമഉ ദാഹിക്കുക. ലാ തൽമഉ നീ ദാഹിക്കുകയില്ല ഫീഹാ അതിൽ, വലാ തൽഹ നീ ചൂടേൽക്കുകയുമില്ല, വെയിൽ കൊള്ളുകയും ഇല്ല. ലുഹ, ലുഹ എന്ന പദമാണ് ലുഹ യൽഹ എന്നുള്ളത്. വലാ തൽഹ ചൂടേൽക്കേണ്ടി വരികയും ഇല്ല. അപ്പം ദാഹമില്ല, ചൂടില്ല, വിശപ്പില്ല, അതേപോലെ
നഗ്നത വെളിവാകുകയുമില്ല. ഇവിടുന്ന് ലമ എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ്, ദാഹം ഉള്ളിലാണ്, ചൂട് പുറത്താണ്. ഹർറുല്ലാഹി ബാത്തിൻ എന്നാണ് സാധാരണ ദാഹത്തിന് പറയാം. ഹർറുൽ ബാത്തിൻ, ഉള്ളിലെ ചൂട്, അതാണ് ദാഹം. പുറത്തെ ചൂടാണ് വലാത്തലഹ എന്ന് പറഞ്ഞത്. അപ്പോൾ ഉള്ളിലും പുറത്തുമുള്ള ഒരു നിലക്കുമുള്ള പ്രയാസങ്ങളും ഇല്ലാന്നർത്ഥം. ബാഹ്യമായോ ആന്തരികമായോ ഉള്ള യാതൊരു പ്രയാസവും അനുഭവിക്കാതെയാണ് സ്വർഗത്തിൽ നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സ്വർഗത്തിനെ പുറത്താക്കുകയും അതുവഴി പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. അതിനാൽ ഇവൻ നിനക്കും ഭാര്യയ്ക്കുമുള്ള ശത്രുവാണ്, അവൻ്റെ കെണിയിൽ നിങ്ങൾ പെടാതിരിക്കണം എന്ന ഉപദേശം കൂടി അല്ലാഹു തആല പ്രത്യേകമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകുന്നു. പക്ഷെ പിശാച് ശ്രമിക്കുന്നു, വസ്വാസ് ഉണ്ടാക്കുന്നു, പിന്നാലെ കൂടുന്നു. അവസാനം ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവൻ്റെ ആ ചതിയിൽ പെട്ടുപോകുന്നു. ശേഷമുള്ള ആയത്തിൽ വിശദമായി അക്കാര്യം അല്ലാഹു തആല പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് എടുക്കാം. അല്ലാഹു അഅലം. മൊത്തം അർത്ഥം വഇദ് ഖുൽനാ ലിൽ മലായികതി, നാം മലക്കളോട് പറഞ്ഞ സന്ദർഭം ഉസ്ജുദൂ ലി ആദമ, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുവീൻ എന്ന്. ഫസജദൂ, അപ്പോൾ അവരെല്ലാം സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. അബാ, അവൻ വിസമ്മതിച്ചു. ഫഖുൽന, അപ്പോൾ നാം പറഞ്ഞു, യാ ആദമു, അല്ലയോ ആദം, ഇന്ന ഹാദാ അദുവ്വുൻ ലക, തീർച്ചയായും ഇവൻ നിങ്ങളുടെ ശത്രുവാകുന്നു. വലി സൗജിക, നിന്റെ ഇണയുടെയും ശത്രുവാണ്. ഫലാ യുഖ്രിജന്നകുമാ, അവൻ നിങ്ങളെ പുറത്താക്കാതിരിക്കട്ടെ. മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന്. ഫതഷ്ഖാ, അപ്പോൾ അതുവഴി നീ പ്രയാസപ്പെടും. ഇന്നലക അല്ലാ തജൂഅ ഫീഹാ, നിനക്ക് ഈ സ്വർഗത്തിൽ വിശക്കാതിരിക്കുക എന്നതുണ്ട്. വലാ തഅറ, നഗ്നത വെളിവാകാതിരിക്കുക എന്നതുമുണ്ട്. വഅന്നക ലാ തൽമഉ ഫീഹാ, നീ ഇതിൽ ദാഹിക്കുന്നുമില്ല. വലാ തൽഹ, ചൂടേൽക്കുന്നുമില്ല. ആ സ്വർഗത്തിൽ നിന്ന് നിന്നെ പുറത്താക്കാതിരിക്കട്ടെ. അതെ, അൻ പ്ലസ് ല, അതാണ് അല്ല എന്നായി മാറിയത്. അല്ലല്ല, ലമഅ യൽമഉ, ലമഅ യൽമഉ, ജമാഅത്ത് തൽമഊന എന്നാവും. അത് ലിപിയിൽ മാത്രം വന്നാണ്, ജമാഅതുകൊണ്ടല്ല. അവിടെ ലമഅ യൽമഉ ലാ തൽമഉ എന്നുള്ള മുഫ്രദ് തന്നെയാണ്. ലാ തൽഹ, ലാ തജൂഅ, ലാ തഅറ എന്നൊക്കെ മുഫ്രദായത് പോലെ തന്നെ ലാ തൽമഉ. ഒരുപക്ഷെ ലിപിയിൽ അങ്ങനെ ഉള്ളതായിരിക്കാം. അതുകൊണ്ടാണ് ഉച്ചാരണമില്ലാന്ന് കാണിക്കാൻ വേണ്ടി അവിടെ ആ അലിഫിന് മേലെ സുക്കൂന് നൽകിയിരിക്കുന്നത്. അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى إن لك ألا تجوع فيها ولا تعرى وأنك لا تظمأ فيها ولا تضحى سبحانك اللهم وبحمدك. السلام عليكم ورحمة الله.